shepherds broad. Crown the Savior, angels crown him, reach the trophies Jesus brings. In the seat of power enthroned him, while the vault of heaven rings. Crown him, angels crown him, crown the Savior, King of kings. Oh, crown him, angels crown the Savior, King of kings. Sinners in derision scorn him, mocking thus the Saviour's claim. Saints and angels crowd around him, on his title praise his name. Crown him, angels crown him, spread abroad the victor's fame. Oh, crown him, angels crown him, spread abroad the victor's fame. Hark the birds of acclamation, hark those loud triumphant calls. Jesus takes the highest station, oh, what joy the sight affords. Crown him, angels crown him, King of kings and Lord of lords. Oh, crown him, angels crown him, King of kings and Lord of lords. Warm greetings to you all in the mighty and marvelous name of our Lord and Savior Jesus Christ. ഇന്നത്തെ നമ്മുടെ കീവേഡ്സ് നോക്കാം. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. God speaks, I will be merciful to them in their wrongdoings, and I will remember their sins no more. Hebrews chapter 8 verse 12. Dear sisters and brothers in Christ, ഈ ഞായറാഴ്ച നാം ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്, ദ ഹോളി യൂക്കറിസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിന് മുമ്പ് ശിഷ്യന്മാരുമൊത്ത് കഴിച്ച ആ അന്ത്യ അത്താഴത്തിന് ശേഷം യേശുക്രിസ്തു സുപ്രധാനമായ ഒരു കാര്യം നിവർത്തിച്ചു. ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദ ഹോളി യൂക്കറിസ്റ്റ്. നമുക്കറിയാം, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്താണ് ചരിത്രത്തിൽ ചെയ്തത് എന്ന്. മനുഷ്യരാശിയെ ആത്മമരണം എന്ന നിത്യനാശത്തിൽ നിന്നും ആത്മരക്ഷ എന്ന നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പദ്ധതിയിട്ടു. യേശുക്രിസ്തുവിലൂടെയാണ് അത് സാധ്യമാക്കിയത്. യേശുക്രിസ്തു മനുഷ്യരാശിയുടെ പാപമെല്ലാം തന്മേലേറ്റെടുത്ത് മനുഷ്യരാശി മരിക്കേണ്ട സ്ഥാനത്ത് അവർക്ക് പകരം താൻ കാൽവറിയിൽ യാഗമായി മാറി. അവിടെ നടന്നത് ഒരു യാഗമാണ്, ബലിയാണ്. അവിടെ രക്തം ചിന്തപ്പെട്ടു. ഈ വേദഭാഗം ഇന്നത്തെ സുവിശേഷ ഭാഗത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 26 to 29. ഇത് പഠിക്കുന്നതിന് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മാനവ ചരിത്രത്തിൽ നടന്ന മറ്റൊരു ബലിയെപ്പറ്റി പഠിക്കാം. പഴയ നിയമത്തിൽ നിന്നും ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സസ് 21 to 28.
തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം മോശയെ നിയോഗിക്കുന്നു. മോശ രാജാവായ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഫറവോൻ കൂട്ടാക്കിയില്ല. ദൈവം 9 ബാധകൾ ഒന്നിനു പുറകെ ഒന്നായി അയക്കുകയാണ്. 9 ബാധകൾ അയച്ചിട്ടും ഫറവോൻ മനസ്സ് തിരിഞ്ഞില്ല, ജനത്തെ വിട്ടയച്ചില്ല. ഒടുവിൽ 10ാമത് ഒരു ബാധ കൂടെ അയക്കുകയാണ്, കടിഞ്ഞൂൽ സംഹാരം. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം കടിഞ്ഞൂലുകളെ സംഹരിക്കുക എന്നത്. ഇങ്ങനെ കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിലെ കടിഞ്ഞൂലുകളെ, അതുപോലെ മൃഗങ്ങളിലെ കടിഞ്ഞൂലുകളെ, ഇതൊന്നും സംഹരിക്കപ്പെടാതിരിക്കുവാൻ ജനം ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവം മോശയോട് പറയുന്നു. ആടിനെ അറുത്ത് അതിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ കുറുമ്പടിമേലും കട്ടിളക്കാലുകളിന്മേലും പുരട്ടുക എന്നുള്ളത്. നമുക്കത് വായിക്കാം. വേഴ്സ് 21 ഓൺവേഴ്സ്. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായെ അറുപ്പീൻ. ഇവിടെ പെസഹ എന്ന ഹീബ്രു വേർഡിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ്, പാസ് ഓവർ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി രക്തം കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കേണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്ത് ഇറങ്ങരുത്. യഹോവ ഈജിപ്തുകാരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടികളിന്മേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം. ഇതാണ് പഴയ നിയമ പെസഹ. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, ഈജിപ്തുകാരെ ദണ്ഡിപ്പിക്കയിൽ ഈജിപ്തിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗമാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. ചരിത്രത്തിൽ ദൈവം എന്താണ് തൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുത്തത്? തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എങ്ങനെയുള്ള കരുതലാണ്, എങ്ങനെയാണ് അവരെ കരുതിയത് എന്നത് തലമുറകൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടുമെല്ലാം നിങ്ങൾ പറയണം. നിങ്ങൾ തലമുറയായി ഇത് ആചരിക്കണം എന്നാണല്ലോ മോശ അവരോട് പറഞ്ഞത്. അങ്ങനെ ഇവർ ആചരിക്കുമ്പോൾ അവരുടെ തലമുറകൾ ചോദിക്കും, എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ചെയ്യുന്നത് എന്ന്. ആൻഡ് യുവർ ചിൽഡ്രൻ ആസ്ക്, വാട്ട് ഡസ് ഓൾ ദിസ് മീൻ? വാട്ട് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് വാട്ട് ഈസ് ദിസ് സെറിമണി അബൌട്ട്? Then you will reply, it is the celebration of Jehovah's passing over us, for he passed over the homes of the people of Israel, though he killed the Egyptians. He passed over our houses and did not come in to destroy us. ദൈവം ചെയ്ത ആ വലിയ വിടുതൽ, ആ രക്ഷ, അത് നിങ്ങൾ ഓർക്കേണ്ടതിനാണ് ഇത് ആചരിക്കേണ്ടത്. ഓർമ്മപ്പെടുത്തൽ.
പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം മനുഷ്യൻ്റെ ആത്മരക്ഷയാണ് സാധ്യമാക്കിയത്. അവന് നിത്യജീവൻ ലഭിക്കുവാനിടയാക്കി. എന്നാൽ ഈ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ പാപപരിഹാരത്തിനായിരുന്നില്ല അവരന്ന് ഈ കാര്യം ചെയ്തത്. അവിടെ ആടിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ കട്ടിളമേലുമൊക്കെ പുരട്ടിയത് അവരുടെ ജീവൻ രക്ഷിക്കുവാനാണ്, ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല. പക്ഷേ അവിടെ രക്ഷ കിട്ടിയത് അവിടെ കുഞ്ഞാടിൻ്റെ രക്തമാണ്. ഈ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ ദൈവകുഞ്ഞാടിൻ്റെ രക്തം, അതും മാനവരാശിയുടെ മൊത്തമായുള്ള അവരുടെ ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിൻ്റെയും രക്ഷയ്ക്കുതകുമാറാണ് അത് ഇടയാക്കിയത്. നാം അതാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാം ഇന്നത്തെ സുവിശേഷ പാഠം. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 26 to 29. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. കാൽവറി യാഗത്തിൽ യേശു ക്രിസ്തു തന്നെ തന്നെ മാനവജാതിക്കായി പങ്കിടുകയാണുണ്ടായത്. തന്നെ തന്നെ അവർക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ക്രൂശിതനാകുന്നതിന് മുമ്പ് തന്നെ, മരണത്തിന് മുമ്പ് തന്നെ ഇത് ശിഷ്യന്മാരോട് പറഞ്ഞത്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് കാൽവറിയിലെ കുരിശിൽ നിങ്ങൾക്കായി തകർക്കപ്പെടുവാൻ പോകുന്ന എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം. അതുപോലെ പാനപാത്രം എടുത്ത് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് കാൽവറിയിലെ കുരിശിൽ നിങ്ങൾക്കായി ഞാൻ ഒഴുക്കുവാൻ പോകുന്ന എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ കുടിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളിൽ വസിക്കുവാൻ പറ്റുകയുള്ളൂ. നാം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ അസിമിലേറ്റ് ചെയ്യപ്പെടുന്നത്, സ്വാംശീകരിക്കപ്പെടുന്നത്? അതിലും അത്ഭുതമായ ഒരു അർത്ഥത്തിലാണ് യേശുക്രിസ്തു നമ്മിൽ വസിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്രമാത്രം അതിൻ്റെ ഗൗരവത്തോടെ, ആ ഗൗരവത്തിൻ്റെ പാരമ്യത്തിൽ യേശുക്രിസ്തുവിന് പറയാമോ, അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ നിങ്ങൾ ഭക്ഷിപ്പീൻ, എൻ്റെ രക്തം നിങ്ങൾ കുടിപ്പീൻ. യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് നമ്മിൽ വസിക്കുവാനാണ്. ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധമായി, പരസ്പര ബന്ധം, അത് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ജീവൻ വെച്ച, നമുക്ക് വേണ്ടി രക്തമൊഴുക്കിയ, നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നൊഴിച്ച ഈ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുമോ? അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവനുമായി കൂട്ടായ്മ ഉണ്ടാകുവാൻ കഴിയുകയുള്ളൂ. അവനിൽ വിശ്വസിക്കുന്നവരിലാണ് അവൻ വസിക്കുന്നത്. നാം അവനിൽ വിശ്വസിക്കുമ്പോൾ നാം അവനിലും വസിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വലിയ കാര്യം വ്യക്തമാക്കുവാനാണ് ഈ സിംബൽസ് യേശുക്രിസ്തു ഉപയോഗിച്ചത്. നിങ്ങൾ എന്നെ തിന്നുവീൻ, എൻ്റെ രക്തം കുടിക്കുവീൻ. ഇതിൽ കൂടുതലായിട്ട് ഒരു സ്നേഹിതന് എങ്ങനെയാണ് പറയുവാൻ കഴിയുക? തുടർന്ന് വായിക്കാം വേഴ്സ് 29. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യഹൂദന്മാരുടെ പെസഹ ഭക്ഷണത്തോടൊപ്പം അവർ 4 കപ്പ് വൈൻ ഉൾപ്പെടുത്തിയിരുന്നു.
ദൈവം അവർക്ക് കൊടുത്ത 4 വാഗ്ദത്തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് അവർ ഇത് ചെയ്തിരുന്നത്. അവർ ആ വാഗ്ദത്തങ്ങളെ എത്രമാത്രം വിലമതിച്ചിരുന്നു, എത്രമാത്രം ചെറിഷ് ചെയ്തിരുന്നു. അതനുസരിച്ചാണ് അവരുടെ പാസ് ഓവർ മീലിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നത്. എന്തായിരുന്നു ദൈവം അവർക്ക് കൊടുത്ത 4 വാഗ്ദത്തങ്ങൾ? അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എക്സോഡസ് ചാപ്റ്റർ 6 വേഴ്സസ് 6 and 7 ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിക്കും. റിലീഫ് ഫ്രം ദ ബേർഡൻസ് ഓഫ് ഈജിപ്റ്റ്. അതാണ് ഒന്നാമത്തെ വാഗ്ദത്തം. അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. റെസ്ക്യൂ ഫ്രം ദെയർ സ്ലേവറി. അതാണ് രണ്ടാമത്തെ വാഗ്ദത്തം. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. റിഡംഷൻ. അതാണ് മൂന്നാമത്തെ വാഗ്ദത്തം. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ബിക്കമിങ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. അതാണ് 4ാമത്തെ വാഗ്ദത്തം. ഇതിൽ 3ാമത്തെ വാഗ്ദത്തമായ റിഡംഷനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് സാധ്യമാക്കിയത്. ആ ദൗത്യത്തിലായിരുന്നു യേശു ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നപ്പോൾ അതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. തനിക്ക് വരുവാൻ പോകുന്ന പീഡകൾ, കഷ്ടതകൾ, കുരിശുമരണം, മരണം, കബറടക്കം, ഇതെല്ലാം അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല. ഈ 4ാമത്തെ വാഗ്ദത്തം അല്ലെങ്കിൽ 4th കപ്പ് എന്നുള്ളതാണ് പിതാവിൻ്റെ രാജ്യം, അതായത് ദൈവരാജ്യം ഭൂമിയിൽ സംസ്ഥാപിതമാക്കപ്പെടുന്ന ആ സന്ദർഭം. അത് സാധ്യമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലാണ്. അതായത് യേശുക്രിസ്തു ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ നാം എല്ലാം യേശുവിനോടൊപ്പം ആ രാജ്യത്തിലായിരിക്കും. അവിടുത്തെ ആ സമൃദ്ധിയും ആ സൗഭാഗ്യങ്ങളും എല്ലാം നമുക്കന്ന് അനുഭവിക്കുവാൻ പറ്റും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുവോളം ഈ ഹോളി യൂക്കറിസ്റ്റ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ മരണത്തെയാണ്. അവൻ മരിച്ചതുകൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയത്. അതുകൊണ്ടാണ് അവൻ്റെ മടങ്ങിവരവിൽ നാം അവനോടൊപ്പം ആയിരിക്കുവാനിടയാകുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഹോളി യൂക്കറിസ്റ്റ്. അത് നാം മനസ്സിലാക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് അടുത്ത വചനപാഠത്തിലൂടെ. 1 Corinthians chapter 11 verses 23-30. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അയോഗ്യമായി നാം ഈ ഹോളി യൂക്കറിസ്റ്റിനെ സമീപിച്ചുകൂടാ. കാരണം നാം മനസ്സിലാക്കണം എന്താണിത്, എന്തിനാണ് നാം ഇത് കൈക്കൊള്ളുന്നത്, ഇതുമൂലം നമുക്ക് എന്താണ് യേശുക്രിസ്തു നേടിത്തന്നത്, നാം ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്, ഇനി നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, ഇതിനെപ്പറ്റിയെല്ലാം നാം ബോധവാന്മാരായിരിക്കണം. തന്നെത്താൻ നാം ശോധന ചെയ്യണം. ഞാൻ ഇതിന് അർഹനാണോ, ഇത് വല്ലതും അറിഞ്ഞുകൊണ്ടാണോ ഞാനിത് ചെയ്യുന്നത് എന്ന് തന്നെത്താൻ ശോധന ചെയ്യണം. അയോഗ്യമായി ഇതിനെ സമീപിക്കരുത്.
തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശരീരമെന്ന് പറയുന്നത് ക്രൈസ്റ്റ് ബോഡിയാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ നാം വിവേചിക്കണം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരം. ആ തകർക്കപ്പെട്ട ശരീരമാണ് നാം കൈക്കൊള്ളുന്നത്. അതായത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ക്രൂശിൽ എന്തെല്ലാം പങ്കപ്പാടാണ് സഹിച്ചത്, എത്ര കഷ്ടാനുഭവങ്ങളാണ് നമ്മെ വിടുവിക്കുവാൻ വേണ്ടി അവൻ ഏറ്റെടുത്തത്. അതെല്ലാം നാം വിവേചിക്കണം. ആ ഒരു ബോധത്തോടെ വേണം നാം ഈ ഹോളി എലമെൻസിനെ സമീപിക്കുവാൻ. അങ്ങനെ ചെയ്യാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നാം ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും. കാരണം പല കാര്യങ്ങളാണ് ഈ ഹോളി യൂക്കറിസ്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിൻ്റെ വരവോളം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നു. അത് യേശുക്രിസ്തു തന്നെ നമ്മോട് പറഞ്ഞതാണ്. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമ്മെ ഏൽപ്പിക്കുകയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണിത്. പൗലോസ്ലീഹ നമ്മോട് പറയുന്നത് അവൻ മടങ്ങി വരുന്നു. അവൻ്റെ വരവോളം എന്നുവെച്ചാൽ അവൻ്റെ വരവിനെ നാം കാത്തിരിക്കണം, ആകാംക്ഷയോടെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കിയത് അവൻ്റെ മരണമാണ്. അത് നാം അറിയണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തു സഭയുടെ പ്രാരംഭഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാരും സഭയിലേക്ക് പുതുതായി കടന്നു വന്ന വിശ്വാസികളും ഹോളി യൂക്കറിസ്റ്റിനെ സമീപിച്ചിരുന്നത്? കർത്താവിൻ്റെ വരവിനു വേണ്ടി എത്ര ഉത്സാഹത്തോടെയാണ് അവർ കാത്തിരുന്നത് എന്നും നമുക്ക് പഠിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകലജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ ആയിരിക്കുകയാണ്. അതിന് കാരണം അവർ യേശുക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹിച്ചു, തങ്ങളുടെ രക്ഷകനെ അത്രമാത്രം സ്നേഹിച്ചു. തങ്ങൾക്കായി തകർക്കപ്പെട്ട അവൻ്റെ ശരീരവും തങ്ങൾക്കായി ഒഴുക്കിയ അവൻ്റെ രക്തവും എത്രമാത്രം വിലപ്പെട്ടതാണ്, അതിൻ്റെ വില എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കിയ അവർ കർത്താവ് താൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും അനുസരിക്കുകയും അവൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നത്. അതായത് അവർക്കിനി യാതൊന്നിനെ പറ്റിയും വിഷമിക്കേണ്ട കാര്യമില്ല. അവർ കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞു. അവർക്ക് എപ്പോഴും ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ സന്തോഷത്തോടെയായിരുന്നു തങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മിൽ എങ്ങനെയാണ് സ്വാംശീകരിക്കപ്പെടുന്നത് എന്നും ക്രിസ്തു വിശ്വാസത്താൽ എങ്ങനെയാണ് നമ്മിൽ വാസം ചെയ്യുന്നത് എന്നും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലും അവനെ കൈക്കൊള്ളുന്നതിനാലും നാം എങ്ങനെയാണ് ക്രിസ്തുവിൽ വസിക്കുന്നത് എന്നും നാം ചിന്തിച്ചു. നാമും ക്രിസ്തുവുമായുള്ള ആ ബന്ധം,
അത് പിരിയാബന്ധമാണ്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ആ ബന്ധം തകർക്കുവാൻ കഴിയില്ല. കാരണം നാം ഇപ്പോൾ ആയിരിക്കുന്നത് ആ പഴയ നിയമ ഉടമ്പടിയുടെ കീഴിലല്ല, ആ ബ്ലഡ് കവനൻറ്റിൻ്റെ കീഴിലല്ല. നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തു അറുക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ്റെ രക്തം നമ്മുടെ പാപമെല്ലാം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. ദൈവത്തിന് നമ്മുടെ പാപനിമിത്തം നമ്മോടുണ്ടായിരുന്ന ആ ശത്രുത, ആ ക്രോധം ആ ദൈവകുഞ്ഞാട് നീക്കിക്കളഞ്ഞു. കാരണം ദൈവത്തിനും നമുക്കും മധ്യേ നിന്ന് നമ്മുടെ പാപമെല്ലാം അവൻ തന്മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ ബലിയായി മാറി. ഇപ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിലൂടെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ മഹാവലിയ കൃപയാണ്, നമ്മോടുള്ള മഹാവലിയ സ്നേഹമാണ് അത് സാധ്യമാക്കിയത്. അതുകൊണ്ട് നാം ഇപ്പോൾ പുതിയൊരു ഉടമ്പടിയുടെ കീഴിലാണ്. ആ ഉടമ്പടിയാണ് കവനൻ്റ് ഓഫ് ഗ്രേസ്. യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ആ ആഘോഷം, ആ ഹോളി യൂക്കറിസ്റ്റ്, അവിടെ എപ്പോൾ നാം പങ്കെടുത്താലും നാം കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, അവൻ്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് നാം അപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് നേടിത്തന്ന ആ വലിയ സംഭവമാണ്, ആ വലിയ സംഗതിയാണ് നമുക്ക് ബലം പകരുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവൻ ആകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. I will be merciful to them in their wrongdoings, and I will remember their sins no more. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.